പിറ്റേ ദിവസം ഞങ്ങൾ ബഷീർ വന്നു, ഒരു 9 മണിയായപ്പോൾ വന്നു. റൂമിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഷാജഹാൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരുന്നു. അവനോട് തലേ ദിവസം പറഞ്ഞിരുന്നു 2 ദിവസം ലീവ് എടുക്കാൻ. അങ്ങനെ 2 ദിവസം ലീവ് എടുത്തനുസരിച്ച് ഇളനീർ കച്ചവടത്തിൻ്റെ അടുത്തവനുണ്ടായിരുന്നു. അവനെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ അപേക്ഷ കൊടുത്ത് അവിടുന്ന് ഒരു SHO, അവിടേക്ക് അന്ന് ഇൻസ്പെക്ടറാണ് SHO ഒരാളെ റിപ്പോർട്ടൊക്കെ വാങ്ങിയതിന് ശേഷം ഒന്ന് സഹായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചു. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കൂടെ വന്നു ആ കടയിൽ പോയി. അപ്പോൾ ഓണറുടെ സേട്ടുവിനെ കുറിച്ച് ചോദിച്ചു. അയാൾ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. നമ്പർ ചോദിച്ചു, നമ്പർ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ വന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞേൽപ്പിച്ചു. സ്വർണ്ണം അവിടെ കിട്ടിയല്ലേ എന്നുള്ളവരും പയ്യന്മാർ ചോദിച്ചപ്പോൾ അയാൾക്കറിയില്ല, ഓണർക്കേ അറിയുള്ളൂ എന്ന് ആ സേട്ടുവിൻ്റെ കടയിലെ പയ്യന്മാർ പറഞ്ഞു. വന്നാൽ വരാൻ വേണ്ടി പറഞ്ഞു. നേരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഉച്ചവരെ അയാൾ വന്നില്ല. 4 മണി വരെ കാത്തുക്കാന്ന് കരുതി നിൽക്കുന്ന സമയത്ത് ഒരു 3 മണിയായപ്പോൾ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ 3 പേര് ഈ സേട്ടുവിനെയും കൂട്ടിയിട്ട് നേരെ SHOയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് SHOയോട് സംസാരിച്ചു. അപ്പോൾ SHO ഈ FIRൻ്റെ കോപ്പി, അതുപോലെ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ പറഞ്ഞു. റിപ്പോർട്ട് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് എഴുതി കൊടുത്തിരുന്നത്, FIR മലയാളത്തിലാണ്. അപ്പം അത് അവർ ഇംഗ്ലീഷ് അറിയുന്ന ആൾ അതിൽ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ SHOയോട് ഒരു സ്വകാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്നോട് അവിടെ സംസാരിച്ചു. ബഷീറിനെ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് നിർത്തി. ഞാൻ ബഷീറിനെ കൂട്ടാൻ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് SHO എന്നോട് സംസാരിച്ചു. അവർ 5.5 പവൻ എന്ന് പറയുന്നുണ്ട്, അവർ 2.5 പവൻ തന്നാൽ മതിയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് പറ്റില്ല, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കളവ് മുതലല്ലേ, നമ്മളത് വേറെ രീതിയിലായിക്കഴിഞ്ഞാൽ ആരോപണങ്ങൾ വരികയുള്ളൂ. എത്ര പവനാണ് പോയതെങ്കിൽ അത് ഈ FIRൽ എഴുതിയിട്ടുണ്ട് 5.5 പവൻ നിന്ന്. ആ 5.5 പവൻ്റെ സ്വർണം അതേപോലെ ആഭരണമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അല്ല, അത് ഉരുക്കിപ്പോയി എന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയാൽ കിട്ടുന്ന സ്വർണം ഏത് രീതിയിലാണോ എന്ന് കിട്ടിയെങ്കിൽ ആ രീതിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. രാത്രി ഒരു 8 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവസാനം അവർ കൊണ്ടുവരാം, നാളെ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് അസോസിയേഷൻ്റെ ആളുകൾ പോയി. അപ്പോൾ SHO പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, സാധനം കിട്ടും എന്ന് പറഞ്ഞു. അന്നും രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം 11 മണിക്ക് ഇയാളെ കണ്ടില്ല. SHO പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 12:30 ആയപ്പോൾ ഈ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആളുകളും ഈ സേട്ടുവിൻ്റെ ആളുകളും കൂടെ വന്നു. ഞങ്ങളവിടെ പരിസരത്തുണ്ടായിരുന്നു. SHO വിളിച്ചു, ഇത് കാണിച്ചു തന്നപ്പോൾ അതിലൊരു സ്വർണ്ണ വളയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു. അത് തൂക്കി നോക്കി, ഈ സ്വർണ്ണ വള ഞങ്ങൾ കളവ് പോയ സെയിം വളയാണ്, അത് വാങ്ങിയതാണ് എന്ന് സേട്ട് പറഞ്ഞു. ഞങ്ങൾ FIRലുമായി പരിശോധിച്ചപ്പോൾ അതിലുള്ള അടയാള വിവരങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആ വളയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നീട് ഈ സ്വർണ്ണക്കട്ടി അത് രണ്ടും കൂടെ തൂക്കി നോക്കുമ്പോൾ നഷ്ടപ്പെട്ട ഈ കളവ് പോയ 5.5 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ സ്വർണം പിന്നീട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ബന്ദോബസ്തിലെടുത്തു. ഇംഗ്ലീഷിലൊരു മാസ്റ്റർ ഉണ്ടാക്കി. ഒന്ന് ബഷീറിനെ കൊണ്ട് ഒപ്പിടിച്ചു, ഒന്ന് സേട്ടുവിൻ്റെ അസോസിയേഷൻ്റെ ആളുകളും ഒപ്പിട്ടു. ഒരു മാസ്റ്റർ ഉണ്ടാക്കി. അതിൻ്റെ ഒരു കോപ്പി സേട്ടുവിനും കൊടുത്തു. ഇപ്പോൾ SHOയോട് നമ്മൾ നന്ദിയൊക്കെ പറഞ്ഞ്, അസോസിയേഷൻ്റെ ആളോട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഈ സേട്ടുവും അതുപോലെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആളുകളും കൂടെ ഷാജഹാൻ്റെ കൂട്ടുകാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനു മുമ്പ് ഈ ഷാജഹാൻ്റെ കൂട്ടുകാരൻ സ്വർണം തരികയാണെങ്കിൽ അതിനുള്ള പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചു തരും എന്നുള്ളതിന് ഒരു കരാറുണ്ടാക്കാനും കൂടെ സാറ് കൂട്ടു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷാജഹാൻ്റെ കൂട്ടുകാരന് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു. സേട്ടുവിൻ്റെ ആൾക്കാരുടെ കൂടെ, ഈ അസോസിയേഷൻ്റെ ആൾക്കാരുടെ കൂടെ ഈ ഷാജഹാൻ്റെ കൂട്ടുകാരനെ നമ്മൾ പറഞ്ഞയച്ചു. ബഷീറും ഞങ്ങളും കൂടെ നേരെ റൂമിൽ വന്നു. പിന്നെ ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി ട്രെയിൻ ബുക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴും ഇതേപോലെ. അപ്പോൾ ഞങ്ങൾക്ക് ബോംബെയിൽ നിന്നാണ് സ്വർണം കൊണ്ടുവന്നത്. ഈ 5.5 പവൻ സ്വർണം കൊണ്ടുവരുന്ന സമയത്ത് എത്രത്തോളം അത് നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രതി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇപ്പോൾ 5.5 പവൻ സ്വർണ്ണാഭരണമുണ്ട്. 5.5 പവൻ എന്ന് പറയുന്നത് വലിയ ഒരു സ്വർണ്ണാഭരണമൊന്നും അല്ലെങ്കിലും 97 കാലത്തിൽ അതൊരു വലുത് തന്നെയാണ്. അന്നൊക്കെ ഒരു ചെറിയ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ 5 പവൻ അല്ലെങ്കിൽ 2.5 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുന്ന ഇഷ്ടംമാതിരി വീടുകളുണ്ടായിരുന്നു. അപ്പോൾ
അത്തരത്തിലുള്ള ഒരു 5.5 പവൻ്റെ സ്വർണ്ണാഭരണവും ഒരു കളവ് കേസിലെ പ്രതിയും കൊണ്ട് ബോംബെയിൽ നിന്ന് ആ സ്വർണ്ണാഭരണം റിക്കവർ ചെയ്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ ഞങ്ങൾക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ട്രെയിനിൽ ഞങ്ങൾ ഈ പ്രതിയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ കൊണ്ടുവന്ന് അത് 2 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ മാസ്റ്ററും ഈ സ്വർണ്ണാഭരണവും ഈ ഷാജഹാനെയും ഹാജരാക്കുകയാണ്. ഷാജഹാനെ അതോടൊപ്പം തന്നെ അവൻ ഇതിനു മുമ്പ് ചെയ്തു എന്ന് പറയുന്ന ഭണ്ഡാരങ്ങളുടെ കേസുകൾ, എടവണ്ണ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ്, വേറെ 1-2 കേസ്, പൂട്ടിയിട്ട 2-3 വീടുകളുടെ കേസ്, ആ കേസുകളുടെയൊക്കെ ഇവൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴി നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ട് കോടതിയിൽ കൊടുക്കുകയും ബന്ധപ്പെട്ട SHOമാർക്ക് അതിൻ്റെ കോപ്പി അയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ചില കേസുകളിലെ സ്വർണ്ണങ്ങളൊക്കെ ഷാജഹാനെ കൊണ്ട് നമുക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റി. ഈ കേസ് തുടർന്ന് അങ്ങനെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഒരു 3 മാസം വരെ അവൻ ജയിലിൽ കിടന്നത്. അതിനുശേഷം വീട്ടുകാരും അനിയനും ഒക്കെ കൂടെ വന്നു, എങ്ങനെയെങ്കിലും ജാമ്യം വേണം സർ എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള കേസുകൾക്കൊക്കെ അവന് ജാമ്യം കിട്ടി. ഈ ചെറിയ ഭണ്ഡാര കേസുകൾക്കും ചെറിയ മോഷണ കേസുകൾക്കൊക്കെ. ഈ ബോംബെയിൽ പോയ ഞാൻ അന്വേഷിക്കുന്ന 5.5 പവൻ്റെ കേസിന് മാത്രം അവന് ജാമ്യം കിട്ടിയില്ല. ഒരു കുട്ടിയുണ്ട്, ഭാര്യ ഗർഭിണിയാണ്. ഇനി എങ്ങനെയും നല്ല രീതിയിൽ അവൻ ജീവിക്കും, ഞങ്ങൾ അവനെ നോക്കിക്കോളാം. ഇനി അവനെ കണ്ടക്ടർ പണി അല്ല വേറൊരു പണിയില്ലാതെ ബസ്സിലൊരു പണിക്കും വിടുന്നില്ല. ഏതെങ്കിലും നാട്ടിലെ പണി അല്ലെങ്കിൽ കൂലിപ്പണി അല്ലെങ്കിൽ ടാപ്പിംഗ് പണി എന്തെങ്കിലും എടുത്ത് ഞങ്ങൾ ജീവിപ്പിച്ചോളാം, തൊഴിലെടുത്ത് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞ വാപ്പിയും ജ്യേഷ്ഠനും ഒക്കെ കൂടെ, ജ്യേഷ്ഠൻ്റെ സഹോദരൻ ആരാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ വന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കോടതിയിൽ നിങ്ങൾ ജാമ്യത്തിന് കൊടുത്തു. പോലീസിനെ ഒബ്ജക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അന്നൊക്കെ 6 കേസ് ആ സമയത്ത്, അപ്പോൾ അതിൻ്റെ കൂടെ ഇതടക്കം 6 കേസുണ്ട്. അപ്പോൾ 6 കേസുകൾ, ബാക്കിയുള്ളൊക്കെ കേസ് വന്നെങ്കിലും ഈ കേസിൽ 5.5 പവൻ ബോംബെയിൽ നിന്നൊക്കെ വന്ന് റിക്കവറി നടത്തിയ എന്നുള്ളതൊക്കെ അന്നത് ഗൗരവമുള്ള കേസായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഒബ്ജക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, സാധാരണ പോലെ പോലീസിൻ്റെ ഒബ്ജക്ഷൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് 4 മാസമായപ്പോൾ മജിസ്ട്രേറ്റ് ഒരിക്കൽ എന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നെ കാണുന്നതെന്ന് വിളിച്ചിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ് വീട്ടുകാരൊക്കെ പറയണത്, ഇനി ഉണ്ടാവില്ല എന്നൊക്കെ, ജാമ്യം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഈ കേസിന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് CA അന്വേഷിക്കേണ്ട കേസാണ്, CAയോട് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ CA പറഞ്ഞു നമുക്ക് ഒരാഴ്ച കൊണ്ട് കേസ് ചാർജ് ഷീറ്റ് കൊടുക്കാം. അങ്ങനെ ആ കേസ് അന്വേഷണം പൂർത്തിയാക്കി ആ കേസ് കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം കൊടുത്ത അന്വേഷണത്തിലുള്ള സമയമാണെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട കാര്യമുള്ളൂ. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മജിസ്ട്രേറ്റിനാണ് അത് തക്കതായ ജാമ്യക്കാരണിയിൽ കൊടുക്കണ്ടേ എന്നുള്ളൊരു തീരുമാനം ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ കുറ്റപത്രം കൊടുത്തുകൊണ്ട് കുറ്റപത്രമൊക്കെ വായിച്ച് കേൾപ്പിച്ചു. എന്തായാലും ഒരു 6 മാസം അവനോട് കിടന്നു. അതിനുശേഷം അവന് ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്ത് തന്നെ എല്ലാ ആഴ്ചയും SHOയുടെ മുമ്പാകെ വന്ന് ഒപ്പിടണം എന്നുള്ള കണ്ടീഷനിലാണ്. ഒപ്പിടാൻ വരുമ്പോൾ അവൻ്റെ സഹോദരനോ ഭാര്യയോ ആരെങ്കിലുമൊക്കെ കൂടെ വരും. എന്നിട്ട് അവൻ തന്നെ എന്തോ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. പിന്നീട് എനിക്ക് ട്രാൻസ്ഫറായി. എന്നെ റിലീവ് ചെയ്യാൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഞാൻ പോകും എന്നുള്ള, എനിക്ക് പ്രൊമോഷനായി ട്രാൻസ്ഫറാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ പോകും എന്നുള്ളതിലേക്ക് അവൻ വന്നു. സാർ ഒരു കാര്യം കൂടെ ചെയ്യണം, എനിക്കൊരു ബസ് കണ്ടക്ടറുടെ ലൈസൻസ് ഉണ്ട്, എന്നെ ഏതെങ്കിലും ബസ്സിൽ കണ്ടക്ടറാക്കി തരണം. ഞാൻ പറഞ്ഞു കള്ളനെ കണ്ടക്ടറാക്കുകയെ ആരാണ് ഏറ്റെടുക്കുക, സാറ് വിചാരിച്ചാൽ നടക്കും എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വിചാരിച്ചാൽ കഴിയില്ല, എനിക്ക് ബസ്സില്ല, എനിക്ക് ബസ് നടത്തി ശീലമില്ല, എൻ്റെ ബന്ധുക്കൾക്കും ബസ്സില്ല, പരിചയക്കാരെങ്കിലും ഞാൻ നോക്കട്ടെ, അല്ല സാറ് നടക്കും എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പിറ്റേ ദിവസം അവൻ വീണ്ടും വന്നു, വാപ്പയും കൂട്ടി വരികയാണ്. സാർ എങ്ങനെയെങ്കിലും അവൻ പറഞ്ഞ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞു ആരാണ് വിശ്വസിക്കുക, ചില്ലറ പൈസ ഇടുന്ന ആളല്ലേ, ഈ ഭണ്ഡാരത്തിലെ ചില്ലറ പൈസ കക്കുന്ന ആളെ ആരാണ് ഈ ബസ് കണ്ടക്ടറായി വെക്കുക, ഇനി അവൻ ചെയ്യില്ല സാർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയും കുട്ടിയെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്, ഉമ്മയും ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്, വേണമെങ്കിൽ ഞങ്ങളൊക്കെ എഴുതി തരാം, സാർ എങ്ങനെയെങ്കിലും ജോലി ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റൈറ്റർ റഷീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, റൈറ്ററെ പരിചയമുള്ള ബസ് എല്ലാ മുതലാളിമാരാ നിങ്ങൾ പറ, നിലമ്പൂർ വേണ്ട, ഈ കേരളയും വേണ്ട, മഞ്ചേരിയോ മലപ്പുറത്തുള്ള ബസ്, ഒരു ലോങ് റൂട്ട് ബസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ റൈറ്റർ ശരി സാർ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 5 മിനിറ്റ് റൈറ്റർ വന്നിട്ട് പറഞ്ഞു, ഇവരൊക്കെ വാപ്പയൊക്കെയാണ് പുറത്ത്, ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പോയി. റൈറ്റർ റഷീദ് വന്നിട്ട് പറഞ്ഞു, സാർ ഒരു ബസ്സിലെ ഓണർ
1.5 മണിക്കൂർ കഴിഞ്ഞ് അവിടെ വരുന്നുണ്ട്. അയാളെ ബസ് തട്ടിയിട്ട് ഒരു കുട്ടിയുടെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വണ്ടിയുടെ കടലാസൊക്കെ കാണിക്കാൻ വരുന്നുണ്ട്. സാറിന് പരിചയമുണ്ട് തോന്നുന്നു, കുഞ്ഞുമ്മ എന്നാണ് പേര്, മഞ്ചേരിക്കാരനാണ്, എനിക്ക് ഏതായാലും കണ്ടറിയണ്ടാവും, വരട്ടെ എന്ന് പറഞ്ഞു. റഷീദ് ഇയാളെയും കൂട്ടി വന്നു. അപ്പോൾ പരിചയപ്പെട്ടു, ഇങ്ങനെ കുഞ്ഞുമ്മയാണ്, വീട് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല, ഒരു പയ്യനുണ്ട് ഇവിടെ, അവന് പിന്നെ ഒരു കണ്ടക്ടറുടെ ജോലി എങ്ങനെയും കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, കരുളായിലുള്ളതാണ്, സാറിന് എങ്ങനെ പരിചയം എന്ന് ചോദിച്ചു. അവൻ്റെ വാപ്പ വന്നിരുന്നു, ഒരു ചെറിയ അടിപിടി കേസിൽ മകൻ പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അവനെന്തെങ്കിലും ഒരു ജോലി, ബസ് കണ്ടക്ടറുടെ ജോലിയാണ്, ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്, അവന് ക്ലീനറായിട്ടും കണ്ടക്ടറായിട്ടും എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു ജോലി ആക്കി കൊടുക്കണം എന്ന് അവൻ്റെ വാപ്പ പറഞ്ഞാണ്. ഞാനായാലും ട്രാൻസ്ഫറാണ്, അപ്പോൾ ഒരു ജോലി എന്താ ആക്കി കൊടുക്കാച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം വാക്കൻസി ഇല്ല, ലീവ് വാക്കൻസി ഉള്ളത്, അയാളെ വിളിച്ചിട്ട് നാളെ അങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. റൈറ്റർ റഷീദ് ഷാജഹാന് ഈ കുഞ്ഞമ്മൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ഈ നമ്പറും കൊടുത്തിട്ട് ഷാജഹാൻ നേരെ പിറ്റേ ദിവസം പിന്നെ അവൻ മഞ്ചേരിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് റഷീദിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ചേരിയിൽ പോയി. അന്ന് വൈകിട്ട് ഇങ്ങനെ എനിക്ക് തൽക്കാലം ഒരു ബസ് കണ്ടക്ടർ ഒരാളെ ലീവ് വാക്കൻസിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് റഷീദിനെ വിളിച്ച് ഈ ഷാജഹാൻ പറഞ്ഞു. അത് അങ്ങനെ പോയി. ഞാനങ്ങനെ എനിക്ക് പ്രൊമോഷനായി. ഞാൻ നേരെ വടകര CA ആയിട്ട് പോയി. പിന്നീട് ഞാൻ 2018, 19, 20 മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാകുമ്പോൾ 2020 കോവിഡിൻ്റെ സമയമൊക്കെ വലിയ ആ മൂർധന്യാവസ്ഥയെ കഴിഞ്ഞ് ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു 4:30 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു, ലാൻഡ് ഫോണിലാണ്. അപ്പോൾ CA വിളിച്ചു പറഞ്ഞു, സാർ ഒരാൾ വിളിക്കുന്നുണ്ട്. സാർ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, ഞാനാണ്. ആര്? ഞാൻ ഷാജഹാനാണ്. അവൻ ഏത് ഷാജഹാൻ? സാർ കരുളായി ഷാജഹാൻ. കരുളായി ഷാജഹാൻ. ഓ കണ്ടക്ടർ ചോദിച്ചു. അതെ സാർ കണ്ടക്ടറാണ്. അപ്പോൾ അവൻ ചിരിച്ചു. എന്തേ സാർ, എന്താടാ വല്ല കുലുമാലും ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. സാർ ഒന്നുമില്ല, ഞാനിപ്പോൾ പിന്നെ സൗദിയിലാണ്, ജിദ്ദയിലാണ്, 10-15 കൊല്ലമായി അവിടെയാണ്. വീട് വെച്ചു. ഭാര്യ മൂത്ത മകളുടെ കല്യാണമാണ്, കല്യാണം ക്ഷണിക്കാൻ സാറിനെ വിളിച്ചതാണ്, വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, വരുവാൻ പറ്റുമോ നോക്കട്ടെ, കോവിഡൊക്കെ അല്ലേ, കോവിഡ് അന്ന് 200 ആളെ ഇടയ്ക്കുള്ള അതുള്ളൂ, അതിലൊന്ന് സാറാണ്, ആയിക്കോട്ടെ ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടോ എന്ന് പറഞ്ഞ് ശരി എന്നാണ്. ഞാൻ ഫോൺ വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും CA വിളിച്ചു പറഞ്ഞു, സാർ ഫോണൊന്നും കൂടി ഉണ്ട്, ആ വിളിച്ച ആൾ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഷാജഹാനെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ സാറ് വരണ്ട സാർ എന്ന് പറഞ്ഞു. അതെന്തേ? അല്ല സാറ് വന്നാൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ? അവൻ എന്ത് ബുദ്ധിമുട്ടാണ്? അല്ല ഒരു കള്ളൻ്റെ വീട്ടിൽ SP കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് ആളാരെങ്കിലും പത്രത്തിലോ മറ്റോ എഴുതിയാലോ പിന്നെ കള്ളെന്ന് ആർക്കെങ്കിലും അറിയോ? ഇപ്പം ആർക്കും അറിയുന്നില്ല സാർ, എന്നാലും എൻ്റെ വീട്ടിലെ ചില ആളുകൾക്കും എൻ്റെ കൂട്ടുകാരായ ചില ആളുകൾക്കൊക്കെ അറിയില്ലേ, അതുകൊണ്ട് സാറ് വരണ്ടേ സാർ. എന്തായാലും ഞാൻ വരാൻ പറ്റുമോ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്തോ കാരണവശാൽ ജോലി തിരക്ക് മൂലം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു നല്ല ആളുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിന് അടിമപ്പെട്ടാൽ നന്നാവും എന്നുള്ളതിന് ഒരു തെളിവാണ് ഷാജഹാൻ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2002 മുതൽ 2004 വരെ ഞാൻ കുന്നംകുളം CA ആയിട്ട് 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. കുന്നംകുളം മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറാണ്. കുന്നംകുളത്തിൻ്റെ പ്രത്യേകത, കുന്നംകുളം CA എന്നുള്ള നിലയ്ക്ക് എനിക്ക് വടക്കേക്കാട് പോലീസ് സ്റ്റേഷനും പേരമംഗലം പോലീസ് സ്റ്റേഷനും ഉണ്ട്. ഈ 3 സ്ഥലത്തും കൂടെ ആയിട്ട് 78ഓളം ക്ഷേത്രങ്ങളിൽ പൂരങ്ങളുണ്ട്, 76 പള്ളിപ്പെരുന്നാളുകളുണ്ട്, ഒരു 2-3 മുസ്ലിം പള്ളികളുടെ നേർച്ചകളുമുണ്ട്. അപ്പോൾ സീസണായി കഴിഞ്ഞാൽ ഇത് നോക്കുക, ലോ ആൻഡ് ഓർഡർ നോക്കുക എന്നുള്ളത്, വലിയ അക്രമ സംഭവങ്ങളില്ലാതെ നോക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജോലി. ഞാൻ ജൂലൈയിലാണ് ചാർജ് എടുക്കുന്നത്. അപ്പോൾ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫയലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് ധാരാളം കേസുകൾ. അതിനുമുമ്പ് ഞാൻ ചാർജ് എടുക്കാൻ പോയപ്പോൾ തന്നെ DIG അന്ന് Y അനിൽകുമാർ സാറാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 7 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്,
എന്താ വരായിരുന്നത്? ഞാൻ മനസ്സിൽ കോടതി ഉണ്ടായിരുന്നു. അതല്ല, നിങ്ങൾ പിടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ പിടിച്ച് സ്ഥലം മാറ്റം വാങ്ങണം എന്ന് ആഗ്രഹിച്ച് നിന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സിൽ അതൊന്നുമല്ല. അന്ന് സ്വന്തം ജില്ലയിൽ പോസ്റ്റിംഗ് പാടില്ല എന്ന് KJ ജോസഫ് സാർ, ആൻ്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് DGP ആയിരുന്ന KJ ജോസഫ് സാർ ഒരു ഓർഡർ ഇറക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്ന് ഞാൻ കുന്നംകുളത്ത് എത്തുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളെയൊക്കെ ചേർക്കാനുള്ള സ്കൂളിൽ ചേർക്കാനുള്ള താമസം ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് അപ്പോൾ എന്നോട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അവിടെ ഈ ലോ ആൻഡ് ഓർഡർ, ഉത്സവങ്ങളുടെ ലോ ആൻഡ് ഓർഡർ വളരെ കൂടുതലാണ്. അവിടെ ആനപ്പുറത്ത് ഇരുന്നിട്ട് ചാക്കിൽ നിന്ന് വാളിട്ട് കൊടുക്കുക, അതുകൊണ്ട് വെട്ടുക, ഒരു ദിവസം ഒരു സ്ഥലത്ത് വെട്ടുന്നതിന് പകരം അടുത്ത പൂരത്തിന് ചെയ്യുക, ആ രീതിയിൽ അത് രാഷ്ട്രീയ സംഘർഷമായി പോകുന്നൊരു സ്വഭാവം കുന്നംകുളത്ത് പ്രത്യേകിച്ചുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ ഉണ്ടെങ്കിലും കുന്നംകുളത്ത് അത് കൂടുതലാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി നോക്കണം. രണ്ടാമത്തെ കാര്യം, കേച്ചേരി എന്നുള്ള സ്ഥലത്തും കുന്നംകുളം ടൗണിലും ഒരു ജില്ലാ ബോർഡർ ആയതുകൊണ്ട് എല്ലാവരും VIP-കളൊക്കെ പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കും അല്ലാതെ വരുന്നുണ്ട്, അതില്ലാതെ നോക്കണം. ശരി സാർ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വന്ന് ഫയലൊക്കെ നോക്കുന്ന സമയത്ത് സംഭവം ശരിയാണ്. കുറേ കൊലപാതക ശ്രമ കേസുകളും പിന്നെ അടിപിടി കേസുകളും ഒക്കെ ഉണ്ട് കുന്നംകുളത്ത്. ജൂലൈയിലാണ് ഞാൻ ചാർജ് എടുത്തതെങ്കിലും ഉത്സവ സീസൺ തുടങ്ങാൻ ഇനി 2-3 മാസങ്ങളുണ്ടല്ലോ, അപ്പോൾ വരുമ്പോൾ മുൻകരുതലെടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ മാനസികമായിട്ടും അല്ലാതെയൊക്കെ പോലീസ് സഹപ്രവർത്തകരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് രാത്രി 11 മണിക്ക് ഒരു ഫോൺ കോൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. സാർ, 2 പയ്യന്മാർക്ക് വെട്ടേറ്റിട്ടുണ്ട്. അത് കുന്നംകുളത്തുനിന്ന് വടക്കേക്കാട് പോകുന്ന വഴിയാണ്. ബൈക്കിൽ പോവുകയായിരുന്നു. വെട്ടേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലാണ്, മെഡിക്കൽ കോളേജ് കോഴിക്കോടേക്ക് തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആണെന്നാണ് കേട്ടത്. ആരാണ് വെട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു അറിവും കിട്ടിയില്ല. അയാൾ ബൈക്കിൽ പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി വെട്ടിയതാണ്. സംഭവം കഴിഞ്ഞ ഉടനെ അതിൽ പോയിരുന്ന ഏതോ വാഹനം ഓട്ടോറിക്ഷയിൽ മറ്റോ കയറ്റി അവരെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ആംബുലൻസിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി എന്നാണ് അറിവായത്. അത് ആശുപത്രിയിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഞാനും സംഭവ സ്ഥലത്ത് പോയി. അപ്പോൾ ബൈക്ക് അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്, രക്തം കെട്ടി നിൽക്കുന്നുണ്ട്. ആരാണ് വെട്ടിയതെന്ന് അയൽവാസികളോടൊക്കെ ചോദിച്ചു, ഒരു വിവരം കിട്ടിയില്ല. 4 പേര് അവിടെ ഏതോ 2 ബൈക്കുകളിലായിട്ട് പിന്നീട് അവിടുന്ന് എടുത്തു പോയി എന്ന് അയൽവാസികൾ പറഞ്ഞു കേട്ടു. ആ പ്രദേശത്ത് അതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലൊന്നും പ്രത്യേകിച്ച് അമ്പലങ്ങളോ പള്ളികളോ ചർച്ചുകളോ ഒന്നുമില്ല. ഇപ്പോൾ ഉത്സവത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം പിന്നീട് അടി ഉണ്ടായതാണോ എന്ന് നോക്കാൻ അത്തരത്തിലൊന്നുമില്ല. നമ്മളത് കൂടുതലായിട്ട് അന്വേഷിച്ചു, ഒരു വിവരം കിട്ടിയില്ല. ഒരു ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം എത്തിയപ്പോൾ DIG ഫോണിൽ വിളിച്ചു. കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് അവിടെ ഇഷ്യൂ. നമ്മുടെ സാർ, ഇതിപ്പോൾ എന്താ വല്ല വിവരം കിട്ടിയോ? ഇല്ല സാർ, ആരാ എന്താണെന്നൊരു വിവരം കിട്ടിയില്ല. എന്തിനാണ് വെട്ടിയത് മനസ്സിലായെന്ന് ചോദിച്ചു. സാർ, അതും കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യുക, ഒരാഴ്ച സമയം തരികയാണ്. എന്തിനാണ് വെട്ടിയെന്ന് കണ്ടെത്തിയാൽ മതി, ആരാണ് വെട്ടിയെന്ന് പിന്നെ കണ്ടെത്തിയാൽ മതി. ആണ് സാർ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങളെ അന്വേഷണം പിന്നെ അതായി, എന്തിനു വേണ്ടി ചെയ്തു. അപ്പോൾ ഈ പയ്യന്മാർ ആരാണ്, എന്തിനാണ് ആ സമയത്ത് കൂടെ അവരവിടെ വന്നത്, എവിടുന്ന് വരുമായിരുന്നു, അതായി ഞങ്ങൾ കൂടുതൽ അന്വേഷണം നോക്കുന്ന സമയത്ത് അവർ വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് കുറച്ചുകൂടെ പടിഞ്ഞാറ് മാറിയിട്ടാണ്, വടക്കേക്കാട് ഭാഗത്തുള്ള 2 പയ്യന്മാരാണ്. ആ പയ്യന്മാർ ടൗണിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് നമുക്ക് ചായ കുടിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്ത് പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവർ മടങ്ങിപ്പോവുകയാണ്. അവർ യാതൊരു കേസിലും പ്രതികളല്ല, ഒരു മൊബൈൽ മെക്കാനിക്കുകളോ മറ്റോ ആണ്. ഒരു കേസിലും ഒരു അടിപിടി കേസിലും ബാക്കിയൊന്നുമില്ല, സ്വഭാവദൂഷ്യം ഒന്നുമില്ല. പിന്നെ ഇവരെ എന്തിനു വെട്ടി എന്ന് ചോദിക്കുമ്പോൾ അവർ ആശുപത്രി കണ്ട് ഞാനും നേരിട്ട് പോയി ചോദിച്ചു. അവർക്കും അറിയില്ല യാതൊരു കാര്യം. അവർക്കൊരു വൈരാഗ്യക്കാർ വല്ലതും ഉണ്ട്, അവരെ നാട്ടിൽ അന്വേഷിച്ചു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു വിവരമല്ല. എന്തിനു വെട്ടി എന്നുള്ള വിവരം ഒന്നും കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞു, DIG വീണ്ടും വിളിച്ചു. ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചു. അവിടുത്തെ കിട്ടിയില്ല. എന്തിനു വെട്ടി എന്ന് അറിയാതെ നിങ്ങൾ ആര് വെട്ടിയെന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല. പക്ഷെ അത് അന്വേഷിക്കുന്നില്ല, എന്നാൽ ഒന്നും കൂടെ അന്വേഷിക്കുക, ഒരാഴ്ചയും കൂടെ തരികയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തിനെന്നും ആരൊന്നും വേഗം നോക്കിക്കോ, കിട്ടും, മറുപടി കിട്ടും എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ
ചെറിയ രീതിയിലുള്ള ഒരു സൂചനകളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട കക്ഷികളെ, രാഷ്ട്രീയ കക്ഷികളെ, സാമൂഹിക പ്രവർത്തകരായ കക്ഷികൾക്കൊക്കെ പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള അന്വേഷണം ആ രീതിയിൽ വരുത്തി. അതായത് അവരുടെ ആളുകളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് ഈ സംഭവം നിങ്ങളറിയാതെ ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവം നടക്കുന്ന ദിവസം നിങ്ങൾ ഇന്നയാൾ എവിടെയായിരുന്നു, നിങ്ങളെവിടെയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ നേതാക്കളെ, ഈ അലമ്പുള്ള ടീമുകളെയൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി. കുട്ടിയോട് ചോദിച്ചു, ആരാ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, സത്യം പറഞ്ഞോ, ചെയ്തിട്ടുണ്ടോ, സത്യം പറഞ്ഞോ. ഓരോ പാർട്ടിക്കാരും അവനവൻ്റെ പാർട്ടിയിലെ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, എന്തിന് ഉണ്ടെങ്കിൽ അത് എന്തിന് ചെയ്തു. എല്ലാ പാർട്ടിയുടെയും കേസിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അക്രമം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ ബന്ധപ്പെട്ട പാർട്ടിയുടെ ലീഡേഴ്സൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് വിളിക്കുന്നത്, ഏതാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യം, ഇന്നയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ഇല്ല എന്നാണ് അറിഞ്ഞത്, എന്നാലും സാറ് ചോദിച്ചു വിട്ടോ, ഞങ്ങളും അന്വേഷിക്കാം എന്ന് പറയല്ലാരും. ഒരു ടീമിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ഇന്നതിനാണ് വിളിക്കണത്. അതെ, ഞങ്ങളിത് അന്വേഷിക്കുന്നുണ്ട് സാറേ, എല്ലാ പാർട്ടിക്കാരെയും വിളിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. ഞങ്ങളെ പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരം 2 ദിവസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം. ഇന്നത്തെ ദിവസം സാറ് ചോദിക്കേണ്ടമാതിരി ചോദിച്ച് പറഞ്ഞു വിട്ടോ, ഞങ്ങളത് ചോദിച്ചിട്ട് പറയാം. 2ാമത്തെ ദിവസം അയാൾ നേരിട്ട് വന്ന് സ്വകാര്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അതൊരബദ്ധം പറ്റിയതാണ്. വേറെ 2 ആളുകൾ ബൈക്കിൽ ഇതേ സമയത്ത് അതിൽ പോകാറുണ്ട്. ആ പോകുന്നത് അന്നത്തെ ദിവസം അവർ അതിൻ്റെ 100 മീറ്റർ ഇപ്പുറത്തുള്ള റൂട്ട് കൂടെയാണ് പോയത്. ഈ വഴിക്ക് അവർ പോയില്ല. പക്ഷേ ഈ വഴിക്ക് അതേ സമയത്ത് ഈ 2 പയ്യന്മാർ പോയി. ഇപ്പുറത്ത് ഇൻഫർമേഷൻ കൊടുക്കാൻ നിന്നിരുന്ന ആൾ ഇതാ വരുന്നുണ്ടെന്ന് വിവരം കൊടുത്തു. മറ്റവരൊന്നും നോക്കിയില്ല, അവിടെ കാത്തു നിന്നു. ബൈക്കിൽ 2 ആൾ വരുന്നു, വെട്ടി. ഇരുട്ടത്ത് ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വെട്ട് കഴിഞ്ഞ് പെട്ടെന്ന് അവർ കൂടുതൽ പ്രതികരിക്കാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കരുതിയ ആളല്ലേ എന്ന് ഒരാൾക്കൊരു സംശയം തോന്നി. മറ്റവരോട് നിർത്താൻ പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ഇത് അവർ കരുതിയ ആളല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അവർ വെട്ടി നിർത്തി പോകുന്നതാണെന്ന് പറഞ്ഞു. പിന്നീട് അവർ ആ പ്രതികളെ ഹാജരാക്കുകയും ആയുധം ഹാജരാക്കുകയൊക്കെ ചെയ്തു. സത്യത്തിൽ അത് സംഘടനാപരമായ വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്ത ഒരക്രമമായിരുന്നു. ഇങ്ങനെ പര്യവസാനിച്ചതുകൊണ്ട് നിരപരാധികൾക്ക് വെട്ടുകിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ വലിയ രീതിയിലുള്ളൊരു സംഘർഷം അതോടുകൂടി അവിടെ ഒഴിവായി. ഇവർക്ക് എന്തായാലും മതിയായ ചികിത്സ കിട്ടി. കയ്യിനും കാലിനുമൊക്കെ എല്ല് പൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു, മുറിവൊക്കെ ഏറ്റിരുന്നു. പക്ഷേ മാരകമായ മരണപ്പെടാനുള്ള പരിക്കൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. 6 മാസത്തെ ചികിത്സ കൊണ്ട് ഒരു പരിധി വരെ അവർ രക്ഷപ്പെട്ടു. അവർ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം ആ കോടതിയിൽ കൊടുത്തു. പിന്നീട് ആ കേസ് പ്രതികളും വെട്ടുകൊണ്ട അവരും തമ്മിൽ ഒത്തുതീർന്നു എന്നാണ്, അബദ്ധവശാൽ പറ്റിയതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒത്തുതീർന്നു എന്നാണ് മനസ്സിലായത്. അങ്ങനെ കേസ് വിട്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 2.5 കൊല്ലം ഞാൻ അവിടെ നിന്നതിന് ശേഷം പിന്നീട് എനിക്ക് പയ്യോളിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ, ട്രാൻസ്ഫർ ആയി എന്നുള്ളത് വന്നപ്പോൾ ഒരു പരിധി വരെ അവിടെയുള്ള ഈ ഉത്സവ പറമ്പുകളിലുള്ള അക്രമങ്ങൾ, വാളുകൊണ്ട് വെട്ടും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ പാരിതോഷികം എന്നുള്ള നിലക്കാണെന്ന് തോന്നുന്നുണ്ട്. സ്ഥലം മാറ്റം ആയതിനു ശേഷം ഞാൻ പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ 7:15 ബെല്ലടിക്കണം വച്ച് കേട്ട് എൻ്റെ ഭാര്യ വാതിൽ തുറന്നു. ഒരു തിരുമേനി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്ന സമയത്ത്, ഞാൻ ചെന്ന സമയത്ത് തിരുമേനി ഒരു പ്രത്യേക പൂജ നടത്തിയിട്ട് തന്നതാണെന്ന് അവർ നിവേദ്യം എനിക്ക് തന്നു. കുട്ടികളും ഭാര്യയും കുടുംബവും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് 3 കൊല്ലം വളരെ സമാധാനപരമായി ഉത്സവം നടത്താൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ആ തിരുമേനി രേഖപ്പെടുത്തിയതാണ്. അത് ഏത് തിരുമേനി, ഏത് അമ്പലം എന്നിപ്പോഴാണ് തൽക്കാലം ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനും അറിയാം, എനിക്കും എൻ്റെ മക്കൾക്കും അറിയാം. അതിന് മുമ്പത്തെ കാലങ്ങളിലൊക്കെ ഉത്സവത്തിന് വരിക എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പേടിയായിരുന്നു. കാരണം വെട്ടും കുത്തും ചോരയും കണ്ടിട്ടാണ് പോക്ക്. പ്രധാനപ്പെട്ട കാരണം വലിയ ആന ഏത്, ആരുടെ ആന തിടമ്പേറ്റണം, വലതു ഭാഗത്ത് ആര് നിൽക്കണം, ഇടതു ഭാഗത്ത് ആര് നിൽക്കണം എന്നാണ്. അതൊക്കെ അതിനൊരു സിസ്റ്റം അമ്പലത്തിലെ സ്ഥലത്ത് പോയിട്ട് അമ്പലത്തിൻ്റെ ഹാളിൽ വെച്ച് അല്ലെങ്കിൽ ചർച്ചിൻ്റെ ഹാളിൽ വെച്ച് ബന്ധപ്പെട്ട പൂര കമ്മിറ്റിക്കാരെ വിളിച്ച് ഞാൻ നേരിട്ട് പോയി
അതായത് ഒരു 5-ലധികം ആന ഉണ്ടെങ്കിൽ അവിടെ ഞാൻ നേരിട്ട് പോകും. അല്ലാത്ത സ്ഥലത്താണെങ്കിൽ SI എനിക്ക് ഫേമസ് വർഗീസ് ഉണ്ടായിരുന്നു, ജോസ് ഉണ്ടായിരുന്നു, അങ്ങനെ SIമാരൊക്കെ പറഞ്ഞയച്ച് അവരെ കൃത്യമായിട്ട് ഏതാനാന്ന് മുൻകൂട്ടി ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കും ഏതൊക്കെ ആന ഏതൊക്കെ പൂര കമ്മിറ്റിക്ക് വരുന്നുണ്ട്, ആരാണ് അതിൽ തലയെടുപ്പുള്ളത്, ആ തലയെടുപ്പുള്ള സെൻറ്ററിൽ നിൽക്കട്ടെ, മറ്റേതാരെന്ന് പരസ്പരം തീരുമാനിച്ച് എഴുതി ഒപ്പിട്ടിട്ടാണ് പിന്നെ ഉത്സവത്തിലുണ്ടാവുക. അവിടെ ആനകൾ ഘോഷയാത്രയായിട്ട് വരുന്ന സമയത്ത് അവിടെ ഞാനും അല്ലെങ്കിൽ SIമാരൊക്കെ നിന്നിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്താണ് ആനേനെ നിർത്തുക. നമ്മളെ പറയുന്ന സ്ഥലത്ത് കൊട്ട് നിർത്തും. മുമ്പിലും പുറകിലും പോലീസ് ഉണ്ടാവും. അങ്ങനെ ഒരു ക്രമീകരണം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ബെല്ലടിക്കുന്ന കേട്ട് ഞാനും എൻ്റെ കുട്ടികളപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫാദർ വന്നിട്ടുണ്ട് പറഞ്ഞു. ഫാദറിനെ അവർക്ക് പരിചയമുണ്ട്, അവർ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഫാദർ വന്നിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത വേറൊരു പള്ളിയിലെ ഒരു ഫാദറാണ്. ഫാദർ പറഞ്ഞു, എനിക്ക് മക്കളെയും ഭാര്യനെയൊക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ ആമയും പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ തലയിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തി ആ ഫാദർ. അതും ഞങ്ങളൊരിക്കലും മറക്കില്ല. കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അനുഭവം ഒരു പോലീസ് ഓഫീസർക്കും ഇതിനു മുമ്പ് ഉണ്ടായതായി ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇതിലൊരു സന്തോഷമുള്ളത് DIG അനിൽകുമാർ സാർ അന്ന് എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കുന്നംകുളം നിന്ന് 2.5 വർഷം ജോലി ചെയ്ത് പോകുമ്പോൾ സമാധാനപരമായിട്ട് വലിയ അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ ഒക്കെ നടത്താൻ അതിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമാണ്. അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന് തളിപ്പറമ്പ് CI സദാനന്ദൻ എന്നെ വിളിച്ച് പറയാം. രാത്രി ഒരു 11 മണിയായി. ഞാൻ പറഞ്ഞു എവിടെ പോയതാണ്? റേഷൻ കടയിൽ പോയതാണ്. 3 മണിക്ക് വീട്ടിൽ നിന്ന് പോയി റേഷൻ വാങ്ങിയിട്ട് സാധാരണ 5:30-6 മണിക്ക് മടങ്ങി വരാറുണ്ട്. റേഷൻ വാങ്ങാൻ വീട്ടിൽ നിന്ന് കാലികളൊക്കെ മേക്കുന്ന ഒരു കുന്നിൻ ചെരുവിലൂടെ കുന്നിൻ പ്രദേശത്തുകൂടെ പോയി താഴോട്ട് ഇറങ്ങി വയലിലൂടെ പോയി പിന്നെ റോഡ് സൈഡിലുള്ള റേഷൻ കടയിൽ പോകണം. 2 കിലോമീറ്റർ കഷ്ടിയുണ്ട്. നടന്ന് തിരിച്ച് അതേപോലെ തന്നെ വരും വേണം.